good morning. ഇന്നെൻ്റെ day 4 ആണ് 180 day ചലഞ്ചിൻ്റെ. I feel so happy and I feel so blessed. 3 ദിവസമായുള്ളൂ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് തന്നെ ഐ എം ഫീലിംഗ് സോ ഗുഡ്. എനിക്ക് നല്ല ഉറക്കം കിട്ടി. ഇപ്പോൾ ഞാനൊരു 8 hours ഉറങ്ങുന്നുണ്ട്. അലാം ഒന്നും വെക്കാതെ തന്നെ നേരത്തെ എണീറ്റു. ഐ ആം ഫീലിംഗ് സോ ഹാപ്പി, ബ്ലെസ്ഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ. ഒരു പുതിയ ദിവസം കൂടെ ലൈഫിൽ കിട്ടി. ആൻഡ് ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, റൈറ്റ് നൗ ഐ എം ഫീലിംഗ് ഗുഡ് ആൻഡ് ഐ എം ലേണിംഗ് സോ മച്ച് തിങ്സ് ആൻഡ് ഐ എം ഫീലിംഗ് സോ ഹാപ്പി. സോ ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഞാനിനി മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര ഒരു എനർജി ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ഇന്നലെ ഞാൻ കുറച്ച് നെഗറ്റീവായിരുന്നു, പക്ഷെ ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനിന്ന് രാവിലെ കുറേ നേരം മഴയത്ത് പോയി വെറുതെ നനഞ്ഞ് മഴയത്ത് കളിച്ച് എൻ്റെ ഇന്നർ ചൈൽഡൊക്കെ ഒരു സന്തോഷമായിരുന്നു. ഞാൻ രാവിലെ കുറേ നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ട് നല്ലൊരു മോർണിംഗ് ആയിരുന്നു ഇന്ന്. ഞാൻ കുറേ നേരം പുറത്ത് പോയിരുന്നു, പാട്ടൊക്കെ കേട്ട് മഴയൊക്കെ നനഞ്ഞ്. പിന്നെ ഞാൻ ഒന്ന് ഫ്രഷായി വന്നിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇനി എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത് നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ ഡോക്ടർ ജോ ഡിസ്പെൻസയുടെ പോഡ്കാസ്റ്റുകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് ആദ്യം വിശ്വസിക്കണം. നമ്മൾക്കത് ചെയ്യാൻ പറ്റും. നമ്മൾ ബിലീവ് ചെയ്യണം. ബിലീവിങ്, ബിഹേവിങ്, ബിക്കമിങ്. ആദ്യം നമ്മൾ വിശ്വസിക്കണം. എന്നിട്ട് നമുക്ക് ഏതൊരു വ്യക്തിയാണോ ആയിത്തീരേണ്ടത് ആ വ്യക്തിയുടെ ശീലങ്ങൾ കൊണ്ടുവരണം. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ പേഴ്സണായിട്ട് മാറും. സോ അത് ഞാൻ ആ പോഡ്കാസ്റ്റൊക്കെ കേട്ട സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയായി, ത്രിൽഡായി. പിന്നെ എനിക്ക് കുറേ കാര്യങ്ങളിൽ അവയർനെസ് കിട്ടി. ഓക്കെ, നമ്മളിങ്ങനെ നമ്മുടെ ലൈഫ്, നമ്മുടെ ബ്രെയിനിനെയൊക്കെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാനും നമ്മുടെ ബ്രെയിനെ റീവയർ ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സെൻസേഷനൊക്കെ വരുമ്പോൾ ഇട്ടിട്ട് പോകരുതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ അതിലൂടെ ഗോ ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കണം. ആ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇമോഷൻസിലൂടെ, ആ ഒരു ഫീലിങ്ങിലൂടെ നമ്മൾ കടന്നു പോകണം. എന്നിട്ട് എല്ലാ ദിവസവും നമ്മൾ ആരാണോ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സൺ ആവാൻ നമ്മുടെ ബോഡീനെ നമ്മൾ ട്രെയിൻ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ നല്ല എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. സോ എനിക്ക് എന്താണെന്നറിയില്ല, 4 ദിവസമായുള്ളൂ എൻ്റെ ഈ ഒരു ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സൈഡിൽ കൂടെ എനിക്ക് സെൽഫ് ഡൗട്ടൊക്കെ വന്നു പോകുന്നുണ്ട് കേട്ടോ, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഞാനിപ്പോൾ ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇതിപ്പോൾ ആര് കണ്ടാലും ഇല്ലെങ്കിലും എനിക്ക് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് ജീവിക്കുന്ന, എന്നെ കുറച്ചും കൂടെ സ്നേഹിക്കുന്ന നല്ലൊരു വ്യക്തിയായിട്ട് മാറണം. അത് മാത്രമാണ് എൻ്റെ ഇൻറ്റൻഷൻ. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ മാറ്റണം, ഏതെങ്കിലും ഏരിയയിൽ കുറച്ചും കൂടെ ബെറ്റർ ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ പേഴ്സണായിട്ട് മാറാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഈ ഓൾഡ് സെൽഫിനെ ലെറ്റ് ഗോ ചെയ്യുക. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടാവും. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് പുതിയൊരു മനുഷ്യനാവാൻ ശ്രമിക്കുക. നമ്മൾ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സെൻസേഷൻസ് വരുമ്പോൾ ഇട്ടിട്ട് പോകാതിരിക്കുക. അതൊക്കെയാണ് എനിക്കും പറയാനുള്ളത്. സോ ഐ എം സോ ഹാപ്പി. ഇനി എനിക്ക് പോയി ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ട്. ഇന്ന് രാവിലെ ഞാൻ മ്യൂസിക് പ്രാക്ടീസ് ചെയ്തു. കുറേ നാളിന് ശേഷമാണ് ഒരു അരമണിക്കൂറോളം ഞാൻ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തു. ഐ ഫീൽ സോ ഹാപ്പി. ഇനി എനിക്ക് ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. എനിവേ, ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഐ എം ഫീലിംഗ് സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. പുതിയൊരു ദിവസം കൂടെ എനിക്കിന്ന് കിട്ടി ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങിയ സമയത്തുണ്ടല്ലോ, ഞാൻ ഈ പൂക്കളെയും ചെടികളെയും മരങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് ഇത്ര ഭംഗിയുണ്ടായിരുന്നു ഇതിനൊക്കെ. ഞാനിതൊന്നും കണ്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചത്. ഭയങ്കര ഈ നേച്ചർ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യുന്നുണ്ട്. പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് ഐ ഫീൽ ലൈക്ക് ഞാനിതൊന്നും കണ്ടില്ല, ഞാൻ കോൺഷ്യസ് ആയിരുന്നില്ല. ഞാൻ എൻ്റെ മിസ്റ്റേക്സ് ഒക്കെ റിയലൈസ് ചെയ്തു. സോ ഇതാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണല്ലോ. എൻ്റെ ബ്രെയിൻ ഇങ്ങനെ പതുക്കെ റിവയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യുമെന്ന്.
ആദ്യത്തെ ദിവസം എനിക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ പിന്നെ ഇപ്പോൾ ഞാൻ പതുക്കെ ഓട്ടോമാറ്റിക്കലി വീഡിയോ ഒക്കെ എടുക്കാനും ആ ഒരു മടിയൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ചേഞ്ചസ് ഇങ്ങനെ വരുന്നുണ്ട്. നോക്കാം 6 മാസം കഴിയുമ്പോൾ എന്തായിരിക്കുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി നിങ്ങളാണ്. നിങ്ങളെ ചൂസ് ചെയ്യണം, നിങ്ങൾ ഹീൽ ചെയ്യണം, നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ലൈഫ് കുറേയും കൂടെ ബ്യൂട്ടിഫുൾ ആവും. ഈ ഒരു 4 ദിവസം കൊണ്ട് തന്നെ ഐ എം ഫീലിംഗ് സോ മച്ച് ബെറ്റർ. 4 ദിവസം മുന്നത്തെ അലീഷ ഇപ്പോഴത്തെ അലീഷയും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. ഐ എം ഫീലിംഗ് സോ ബെറ്റർ റൈറ്റ് നൗ. സോ എൻ്റെ ഉറക്കമൊന്ന് റെഡിയാക്കിയപ്പോൾ തന്നെ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു സമാധാനമുണ്ട്. ഞാൻ 10 മണിക്ക് കിടക്കും, രാവിലെ 5 മണി ആകുമ്പോഴത്തേക്കും ഞാൻ എണീക്കും. ഞാൻ അലാറം ഒന്നും വെക്കുന്നില്ല, ഞാൻ ഓട്ടോമാറ്റിക്കലി എണീക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ മടി പിടിച്ചൊന്നും കിടക്കുന്നൊന്നും ഇല്ല. ഉറക്കമൊന്ന് റെഡിയായപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ റെഡിയായി. പിന്നെ ഫുഡൊക്കെ പോർഷൻ കൺട്രോൾ ചെയ്ത് വരുന്നുണ്ട്, കുറച്ച് ആക്റ്റീവായിരിക്കുന്നുണ്ട്, സന്തോഷമൊക്കെ വരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ഞാൻ കുറച്ച് നേരം ജേർണൽ ചെയ്തു, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. ഇന്നത്തെ ദിവസം മൊത്തം അടിപൊളിയായിരുന്നു. ഇന്ന് കുറേ നേരം ഞാൻ മഴയത്ത് പോയി നനഞ്ഞ് കുറേ പാട്ടൊക്കെ പാടി, കാർട്ടൂണൊക്കെ കണ്ട് എൻ്റെ ഇന്നർ ചൈൽഡ് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞാൻ എൻ്റെ അഫർമേഷൻസ് ഒക്കെ ചെയ്തു. ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് ഐ എം ഫീലിംഗ് സോ മച്ച് ബെറ്റർ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് അപ്പോൾ ഒരുപാട് മാറ്റം നിങ്ങളുടെ ലൈഫിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇന്നത്തെ ഡേയും ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. 180 ഡേയ്സ് ചലഞ്ചിൻ്റെ ഡേ 4 ആയിരുന്നു ഇന്ന് ഞാൻ രാവിലെ എണീറ്റപ്പോൾ മുതൽ ഭയങ്കര ഒരു ഹാപ്പി ആ ഒരു മോഡിലായിരുന്നു. ഇന്ന് രാവിലെ എണീറ്റ് കുറേ നേരം മഴ നനഞ്ഞു, പിന്നെ കുറേ നേരം കാർട്ടൂൺ കണ്ടു, പിന്നെ ഞാൻ മ്യൂസിക് പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ സിസ്റ്ററിനോട് ഇന്ന് കുറേ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത്, കുറേ പുറത്തു പോയി പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് ഇന്ന് നല്ല ഒരു ദിവസമായിരുന്നു. കുറേയും കൂടെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണം, കുറച്ചും കൂടെ ഒരു സ്റ്റഡി ടൈമിന് ഇരിക്കണം. കുറച്ച് ലേസിനെസ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഇന്നത്തെ ഡേ ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് എനിക്ക് മനസ്സിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് ടൈം നേച്ചറിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക, നമ്മുടെ ലവ്ഡ് വൺസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക. പിന്നെ കുറച്ച് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ, കുറച്ച് നമ്മുടെ ബോഡിയൊക്കെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു നല്ല ഫീലാണ്. സ്ലോ ആയിട്ട് ബ്രീത്ത് എടുക്കുക, പിന്നെ കുറച്ച് നേരം നമ്മൾ വെറുതെ നേച്ചറിൽ പോയിരിക്കുക. അതൊക്കെ നമ്മളെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്തു. അതെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് ഞാൻ വെറുതെ കുറേ നേരം പുറത്ത് പോയിരുന്നു, ബ്രീത്ത് ചെയ്ത് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. എനിക്കിനി ഫുഡിൻ്റെ കാര്യം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. സോ അങ്ങനെ ഞാൻ ഇന്നത്തെ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് ഞാൻ ഹാപ്പി ആയിരുന്നു. ഇനി ഒരുപാട് ഏരിയയിൽ വർക്ക് ചെയ്യാനുണ്ട്. റെസിസ്റ്റൻസ് ഒക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്, എന്നാലും നമ്മൾ വിട്ടുകൊടുക്കൂല. ഈ പ്രാവശ്യം ഞാൻ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അത് ഞാൻ എനിക്ക് കൊടുക്കുന്ന ഒരു പ്രോമിസാണ്. ഈ പ്രാവശ്യം ഞാൻ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യും എന്തൊക്കെ വന്നു കഴിഞ്ഞാലും. ആൻഡ് ഐ ഫീൽ ഹാപ്പി ആൻഡ് ഐ ഫീൽ പ്രൗഡ്. ഇനിയും ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. എന്നാലും എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ദിവസം കൂടെ എനിക്ക് കിട്ടി. പുതിയ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നു, എൻ്റെ ചുറ്റും എന്നെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു, നല്ലൊരു വീടുണ്ടായിരുന്നു. എനിക്ക് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റി. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് എനിക്ക്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ലവ് യു ഓൾ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ലവ് ആൻഡ് സപ്പോർട്ട് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ, നാളെ കാണാം.